2020 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ അന്ന് കോവിഡിൻ്റെ സമയം കൂടിയാണ്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ക്വാറൻറ്റൈനിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അന്ന് നമുക്കെല്ലാവരും കോവിഡ് വളരെ പേടിപ്പെടുത്തുന്ന ഒരു സമയമാണ്, ക്വാറൻറ്റൈനൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ റിസൾട്ട് വരുന്നു, ഞാൻ റൂമിലിങ്ങനെ ക്വാറൻറ്റൈനിലിരിക്കുന്നു, PDF പേര് കാണുമ്പോൾ തന്നെ ഞാൻ അമ്മയെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കാനൊന്നും പറ്റുന്നില്ല, കാരണം ക്വാറൻറ്റൈൻ ആയതുകൊണ്ട്. അപ്പോൾ അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നു, മക്കളെ IAS കിട്ടുമോ? ഞാൻ പറഞ്ഞ കിട്ടും അമ്മ, കേരളം കിട്ടുമോ? അപ്പോൾ പറഞ്ഞു അത് അറിയില്ല, കാരണം അന്ന് സർവീസ് അലൊക്കേഷനെ പറ്റി ധാരണയില്ല. അപ്പോൾ അതറിയില്ല, എവിടെയെങ്കിലും IAS കിട്ടും എന്ന് മാത്രം പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞിട്ട് അമ്മ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ കോവിഡ് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ദിവസം നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അത്രയും കാലം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആസ്പിരൻ്റ് ആയിട്ടിരുന്നതിന് ശേഷം പിന്നീട് ഒരു ഓഫീസറായിട്ട് മാറുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരു മൊമെൻറ്റിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ അന്നത്തെ ദിവസം രാത്രി ഉറങ്ങുന്നത് തന്നെ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള, കാരണം പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഒരു ഓഫീസറാകാൻ പോവുകയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയാണ്.